ഹലോ ഗൈസ്, നമുക്കൊരു ചപ്പാത്തി കഥ കേട്ടാലോ? ശ്വാസം മുട്ടി നിൽക്കുന്ന ആട്ടപ്പൊടി എടുത്ത് നമുക്കൊന്ന് ഒരു പാത്രത്തിലോട്ടേക്ക് അങ്ങോട്ട് മാറ്റാം. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. അങ്ങനെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ദാ ഇവളെന്നെ ഇട്ട് ഉരുട്ടിയിട്ടും തല്ലിയിട്ടും ഒക്കെ അയ്യാ പൊത്തോന്നുള്ള അവസ്ഥയിൽ എന്നെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്നിരുന്നാലും സാരില്ല, എന്നെ എടുത്ത് തിരുമ്പലും എന്താ പറയുക, രണ്ട് ഇടിക്കലും അവസാനം ഞാനൊരു പരുവത്തിലായിട്ടുണ്ട്. അവസാനം എന്തോ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ എടുത്ത് നന്നായിട്ട് മസാജൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഈ പെണ്ണ് എന്തിൻ്റെ കേടാ, എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ഇവളുടെ പുറപ്പാടെന്ന്. അങ്ങനെ എന്നെ എടുത്ത് ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടി അവിടെ വെക്കുന്നുണ്ട്. എന്താണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് എന്നെ കൊച്ചു നുള്ളിപ്പെറുക്കി അടുക്കളയിൽ ആരും ഇല്ലയെന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു എന്നെ എടുത്ത് ആരൊക്കെയോ വരുന്നുണ്ടോ എന്നൊക്കെ പരതി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടയായിട്ട് ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചേച്ചിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു കോലൊക്കെ വെച്ചിട്ട് എന്നെ നന്നായിട്ട് പരത്തി റൗണ്ട് ഷേപ്പിൽ എന്നെ കിട്ടുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്. മത്സരിച്ചിട്ട് പരത്തുന്നുണ്ട്. ആരോടോ ഉള്ള ദേഷ്യങ്ങളൊക്കെ എൻ്റെ മേക്കിട്ടാണോ തീർക്കുന്നതെന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. ഇല്ലാതില്ല. അങ്ങനെ ഇടയിൽ അമ്മേനൊക്കെ വിളിച്ച് വരുന്നുണ്ട്. പാവം അമ്മ എന്തിനാണാവോ വരുന്നത്. ഇപ്പോഴല്ലേ പിടികിട്ടിയത്. ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നെ പരത്തി എന്നെ ഈ ദോശക്കല്ലിലോട്ടിട്ട് എന്നെ പരത്തി അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചും മറിച്ചിട്ടിട്ട് എന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. കൂടാതെയോ എൻ്റെ തീയിലൊക്കെ എടുത്ത് ചുട്ടെടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നല്ല പൊന്തി വരുന്നുമുണ്ട്. അതിൽ അവർ ഏറെ സന്തോഷിക്കുന്നുമുണ്ട്. അതിൻ്റെ പേരാണ് പുൽക്ക പോലും. നിങ്ങൾക്കറിയോ? അതിൻ്റെ ഇടയിൽ എനിക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ മുട്ടയൊക്കെ ഇട്ട് എന്തൊക്കെയോ ആക്കി വെക്കുന്നുണ്ട്. അങ്ങനെ പലതരം പ്ലേറ്റിലാക്കിയിട്ട് ഓരോരാൾക്ക് കൊടുത്ത് അയക്കുന്നുമുണ്ട്. ആയാലും എന്നെ ഇടിച്ച് പരത്തി ചുട്ടെടുത്തതാണെങ്കിലും എല്ലാവർക്കും വയറ് നിറയാനാണല്ലോ എന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ചേച്ചി സെൽഫിയൊക്കെ എടുത്ത് പൊളിക്കുന്നുണ്ട്.